സ്വന്തം മക്കളെ അവരുടെ അനുവാദവും സമ്മതവും കൂടാതെ ഹാഫിളാക്കാൻ ചേർക്കുന്നത് തെറ്റാണോ? അവർക്ക് ബുദ്ധി വെച്ച് കഴിഞ്ഞ് അവരുടെ പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ ഹാഫിളാക്കാൻ പറഞ്ഞയക്കാൻ പാടുള്ളൂ, 3-ാം വയസ്സിൽ തന്നെ ചേർത്തിക്കൂടെ എന്നാണ് ചോദ്യം. ഈ ഹിഫ്ള് പഠിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒരു നിശ്ചിത ടാർഗറ്റ് കൊടുത്തിട്ട് അതെന്ത് ചെയ്യണം, വളരെ കൃത്യമായി ഓതണം, പിന്നെ അതിൻ്റെ മുറാജ ഉണ്ടാവും. വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഹിഫ്ളിൻ്റെ കോളേജിലൊക്കെ നമ്മൾ ചെന്നാൽ അധ്യാപകന്മാർ ഭയങ്കര പണിഷ്മെൻ്റ് കൊടുക്കും. ആ പണിഷ്മെൻ്റ് എന്താ വെച്ചാൽ ആ പണിഷ്മെൻ്റ് ഭയപ്പെട്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചൊരു കഥയില്ലാതെ നമുക്ക് മാത്രം ഇതിനെപ്പറ്റി അറിഞ്ഞ് നമ്മളൊരു കുട്ടീനെ കൊണ്ടുപോയി ആക്കുമ്പോൾ കുട്ടി അവിടുന്ന് മാനസികമായി വല്ലാതെ തളരും. പിന്നെ അവൻ്റെ പ്രായത്തിൽ അതേ കുട്ടികളും ഇതേപോലെ കാണുമ്പോൾ അവനെന്ത് ചെയ്യണം, അവരെ കൂടെ അങ്ങോട്ട് നിന്ന് പരിശ്രമിച്ച് മുന്നോട്ട് പോയിട്ടാണ് ഹിഫ്ള് കഴിയണത്. അപ്പോൾ ഒരു കുട്ടീനെ കൊണ്ടുപോയി ആക്കിയിട്ട് അവൻ അവിടുന്ന് പഠിച്ച് ഹിഫ്ളിന് താല്പര്യമുണ്ടായി വരുന്നതിന് വിരോധമല്ല. പക്ഷെ പറ്റുകയാണെങ്കിൽ നല്ലത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, അവർ നല്ല ഖിറാഅത്തുകൾ കേൾപ്പിച്ചിട്ട് ഖുർആനിനോടൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടാക്കുക. അങ്ങനെ ഖുർആനോട് ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായി എന്ത് ചെയ്യും, എനിക്കും ഇതുപോലെ ഓതണം, ഇതുപോലെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യുക, അവനെ അതിനുള്ളൊരു താല്പര്യം ജനിച്ച് അവന് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പലപ്പോഴും പല കുട്ടികളും ഹിഫ്ള് കോളേജിൽ പോയി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവൻ പോണില്ല എന്ന് പറഞ്ഞ രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ താല്പര്യപൂർവ്വം പൂർത്തിയാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഈ 6 മാസം ഇവനെ കഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് ഹിഫ്ളിന് പോണ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംസാരത്തിൽ കൊടുത്തിട്ട് ഇവനെ ഹിഫ്ള് പറഞ്ഞേക്കണ ആഗ്രഹമുണ്ട്, എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിനെപ്പറ്റി അറിയുന്ന ഒരാളായിട്ട് സംസാരിച്ചിട്ട് ഒരു താല്പര്യമൊക്കെ ജനിപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അതല്ലേ നല്ലത്. അപ്പോൾ എന്തും നമുക്ക് സമ്മതമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാരമുള്ളൊരു പ്രവർത്തനമാണ്. ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴോ ഏത് ഭാരവും നമുക്ക് വളരെ എളുപ്പമായി തോന്നും. അതുകൊണ്ട് ചെറുപ്പത്തിലെ ഒരു ആഗ്രഹം ഉണ്ടാക്കുക, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോയി ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, കൊണ്ടുപോയി ആക്കി അവിടുത്തെ ഉസ്താദുമാരൊക്കെ സഹകരിച്ച് അവരത് താല്പര്യമായി വരുന്നതിന് വിരോധമല്ല. പക്ഷെ കൊണ്ടുപോയി ആക്കിയിട്ടും പിന്നെയും ഈ കുട്ടി എന്ത് ചെയ്യാണ്, വിഷമിച്ചും ക്ഷീണിച്ചും മാനസിക ബുദ്ധിമുട്ടിലും വിഷാദത്തിലൊക്കെ ഇരിക്കുക, അവനെ നിർബന്ധിക്കരുത്. സ്വാഭാവികമായും അവൻ അതിലേക്ക് അങ്ങോട്ട് സമരസപ്പെട്ട് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചിലപ്പോൾ ഖുർആനോടും ദീനിനോടൊക്കെ ശത്രുത വരാം, അവൻ പഠിക്കാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങാം.